ചന്തിരൂരെത്തിയുണ്ട് കേട്ടോ. ചന്തിരൂർ സമയം നോക്കിയിട്ടില്ല, നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ പോകുന്നു. സമയമൊക്കെ നോക്കി നമ്മൾ റൈഡ് ചെയ്യാൻ പറ്റില്ല സൈക്കിളിനെ. ചന്തിരൂർ മാർക്കറ്റ് അവിടെ ഒരു ഫിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിഷിൻ്റെ മെയിൻ ഏരിയയാണ് ചന്തിരൂർ. ഇവിടെ ഒരുപാട് ഫീലിംഗ് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല രാവിലെ ഭയങ്കര മണം അങ്ങനെ പ്രശ്നമുണ്ട്. ഈ ചന്തിരൂർ അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇതെങ്ങനെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ജീവിക്കണമെന്ന് മനസ്സിലാവില്ല. ഫുഡ് പ്രൊഡക്ട്സ് നമ്മുടെ 66 ആ ഭാഗത്ത് കൂടെ പോകണം കേട്ടോ. 66ൻ്റെ പാലം ആ ഭാഗത്ത് കൂടെ പോകണം. അവിടെ കാണാൻ പറ്റും. നീട്ടി പിടിക്കാൻ പറ്റില്ല. നമ്മളൊന്ന് ബ്ലോക്ക് ആകുമ്പോഴത്തേക്കും ഭയങ്കര ഹോണടി പറയുന്നത്. ഇപ്പോൾ ചന്തിരൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു 7:30 ഉണ്ടാവും. 7:15 ഇവിടെയൊക്കെ നിറയെ ഈ ഐസ് പ്ലാന്റുകളാണ്. ഐസ് പ്ലാന്റും ഫീലിംഗ് ഷെഡ്, ഈ ചെമ്മീൻ. അപ്പച്ചൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരാൾ കൂടെ ഉണ്ട് ചന്തിരൂർ ഭാഗം. അപ്പം അന്ന് ഇവിടെയൊക്കെ വന്നതായിട്ട് ഓർമ്മയുണ്ട്. അപ്പോഴാണ് ഈ ഒരു മണം നമുക്ക് പറ്റില്ല. ചന്തിരൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വന്നത് ഈ ഒരു സ്മെല്ലാണ്. ഈ ഫിഷ് പീൽ ചെയ്തതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവർ ആ കാനയിലേക്ക് ഓടയിലേക്ക് തന്നു. ഓടയല്ല, ഒരു കനാലുണ്ട്, ചെറിയൊരു കനാൽ, അവിടേക്കാണ്. അതാ പ്രശ്നം. ഒരു അമ്പലമുണ്ട്. അപ്പം ശരി. അപ്പം ഇനി മുന്നോട്ട് പോയിട്ട് ഇവിടേക്കാണ് ചന്തിരൂർ. അതന്നിട്ട് റോഡിലേക്ക് ഒരു തുപ്പാണ്. ആരോട് പറയാനാണല്ലോ. ചന്തിരൂരൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങ് പോന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടൊരു വീടാണ് കേട്ടോ. പഴയ തറവാടാണ്. ആരുടെ സ്വപ്ന സൗധം. അത് ധാരാളം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ ആരും ഇല്ലെന്നാണ്, അവകാശികൾ ആരും ഇല്ലെന്നാണ്. അപ്പോൾ ഇതൊക്കെ എടുക്കുന്നത് വെച്ചാൽ ഇതൊരു വിൻറ്റേജ് ഹോമായതുകൊണ്ടാണ് കേട്ടോ. ഒരു 80 കാലത്തിന് മുമ്പുള്ളതാണ്. 80 അല്ല, 70 കാലഘട്ടത്തിലുള്ളതാണ്. ഇതിൻ്റെ വർക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്രാവശ്യം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകും. ചന്തിരൂർ കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടിയൊക്കെ വന്നിട്ടുള്ളൂ. എന്നാലും പറയുക സമയം 7:30 ടൈമൊന്നും നോക്കാൻ കരുതിയിട്ടാണ്. നമ്മൾ 66ൻ്റെ ഭാഗമായിട്ട് വളർന്നിരിക്കുന്ന പാലത്തിനടിയിൽ കൂടിയാണ് പോകുന്നത്. പാലം വഴിയാണ് ഇപ്പോൾ 66 പോകുന്നത്. 6 വഴി പാലം ഇങ്ങനെ ഫാസ്റ്റായിട്ട് വരും. നമ്മൾ ഈ കുഴിയിൽ കൂടി പോകണം. അവർ നല്ല റോട്ടിൽ കൂടി പോകും. ആണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് നല്ല റോഡ് തരില്ല സൈക്കിളുകാർ. ആ കുണ്ടും കൂടി പോക്കണം. ഞങ്ങൾ നല്ല റോഡിൽ കൂടി പോകണം. ഇവിടെ 66ൻ്റെ ഭാഗമായിട്ട് പണിയുന്ന ബ്രിഡ്ജുകളുണ്ട്. ഇവിടെയൊക്കെ ഏകദേശം പണി പൂർത്തിയായി കഴിഞ്ഞു. നമുക്കിവിടെ കാണാൻ പറ്റും. റോഡ് വളരെ മോശമാണ്. ഒരു രക്ഷയിലാണ്. രാവിലത്തെ കുർബാന അവിടെ കണ്ടു പള്ളിയിൽ.
എരമല്ലൂർ എത്തി. എരമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ രാവിലത്തെ. നമ്മൾ കുറേ സ്ലോവിൽ പോകണം. ഇങ്ങോട്ടുള്ള റൂട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 2-3 പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഈ റൂട്ട് എടുത്തത്. ഇപ്പോൾ ഇവിടെ കുറച്ചെങ്കിലും വൃത്തിയാക്കിക്കൊണ്ടാണ് കേട്ടോ റോഡ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ നല്ല സ്പീഡിൽ വരും. നമ്മളൊന്നും ഉപയോഗിക്കില്ല. ചുമ്മാ വന്നിട്ട് തൊട്ട് ചേർന്നൊക്കെ പോകും. എരമല്ലൂർ, ആലപ്പുഴ എന്ന് വേണമെങ്കിൽ പറയാം. എരമല്ലൂരാണ്. പുള്ളി വേറെ ആർ ഗോയിങ് എന്നാണ് ചോദിക്കുന്നത് പുള്ളി. നമ്മൾ വ്ളോഗ് എടുക്കണോണ്ട് നമുക്ക് നിർത്തി പറയാനുള്ള സമയമില്ല. ഒന്നാമത് നമുക്ക് രാവിലെ ആവണ്ടേ. പരമാവധി സ്പീഡിൽ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എത്തണമല്ലോ നമുക്ക്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇത് അങ്ങറ്റം വരെ ഉണ്ട്. റോഡും അതിനനുസരിച്ച് മോശമാണ്. ഇനി 2 കൈയും പിടിച്ച് പോകാൻ. ഓക്കെ, കുറച്ച് ഫാസ്റ്റായിട്ട് ഈ ഭാഗത്തിൽ അങ്ങനെ കവർ ചെയ്യാം. എന്തോടെ ദൂരം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇത് ചിലപ്പോൾ ചേർത്തല വരെയൊക്കെ ഉണ്ടാവും. റോഡേ കുഞ്ഞിയും താന്നും ഗട്ടറും കുഴിയും ഒരു പരിവാക്കിയായി. പറഞ്ഞിട്ടാൽ റോഡ് പണി നടക്കുകയാണ്. കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ വൃത്തിയാക്കുമായിരിക്കും. അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് വരാൻ ഇച്ചിരി പേടിയായിരുന്നു. 2 കൽപ്പിച്ചങ്ങ് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ വണ്ടി തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിച്ചത്. ഡിസംബർ 25 ആയതുകൊണ്ട് വണ്ടി തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇറങ്ങിയത്. പക്ഷേ അത്ര കുറവൊന്നുമില്ല. നേരത്തെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, ഇനി മുന്നോട്ട് പോയിട്ട് കാണാം. ഇതല്ലോ നമ്മൾ അങ്ങനെ അത്യാവശ്യം അങ്ങനെ പോകുന്നു. ഓക്കെ, ഇക്കാലത്തും ഈ തലച്ചുമടായിട്ട് കലം കൊണ്ട് നടന്ന് വിൽക്കുന്ന ആളുകളാണ് നമുക്ക് ഉണ്ടോ. അങ്ങനത്തെ കുറേ പേര് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഒരു തുറവൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആലപ്പുഴയിലെ തുറവൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. വാഹനങ്ങളൊക്കെ ചീറിയത്. ആ സൈഡ് വളരെ മോശമാണ്. അവിടെ ഞങ്ങൾ കയറി അവരെല്ലാം കൂടി ഇങ്ങനെ വന്നത്. ഇവിടെ ഇങ്ങനെ റോഡിൽ കൂടി ഈ റോഡ് ഇത്തിരി പ്രശ്നമാണ് മൊത്തത്തിൽ. ലൈറ്റ് അടിച്ചപ്പോൾ കിട്ടിയാണ്. ഈ റോഡ് വളരെ മോശമാണ്. ഇതൊക്കെ പറഞ്ഞാൽ ഓട്ടോ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി നടക്കണോണ്ടാണ്. പണി കഴിഞ്ഞാൽ ഇതൊക്കെ പൂർത്തിയാക്കുമെന്ന് ആർക്കറിയാം. അല്ല, എവിടെ എത്തിയപ്പോഴത്തേക്കും തീർന്നു. കല്ല് കട്ട നമ്മൾ സൈക്കിളുകാർക്ക് പോകാനുള്ള വഴിയാണ്ടത്. അതിൻ്റെ അപ്പുറത്തുമില്ല വഴി, ഇപ്പുറത്തുമില്ല വഴി. കണ്ടോ, വീതി കുറഞ്ഞ നാരോയിട്ടുള്ളൊരു വഴിയാണ്. ആ ഉള്ള വഴിയിലാണെങ്കിൽ ആ അലമ്പാക്കിയിട്ടാണ്. ഇനിയിപ്പോൾ പുറകിൽ നിന്നൊരു ബസ്സോ ഇതിലൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒതുക്കാൻ സ്ഥലമില്ല. അതുണ്ടാവണം. തുറവൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓ, പാലം കഴിഞ്ഞുകൊണ്ടാ.
തുറവൂര് വരെ എത്തിയിട്ടുള്ളൂ. കാണിച്ചില്ല. ഇവിടം വരെ പാലം ഇങ്ങോട്ട് ആയിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി എന്തെങ്കിലും കൊണ്ടുപോയി. അപ്പോൾ ഇവിടം വരെ ഉണ്ട് പാലം. വേണ്ട ഇത്ര ഉള്ളൂട്ടോ. ഞാൻ അങ്ങോട്ടില്ല. അല്ല ഓക്കെ. ഞാൻ അങ്ങോട്ട് ചിലപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. അത് നോക്കാം. ഇപ്പോൾ ആലപ്പുഴയിലാണ്. ആലപ്പുഴയുടെ പഴയകാല പ്രൗഢീപരമായ ഏതോ ഒരു ബിൽഡിംഗ് വരുന്നത്. എന്തോ ഒരു സ്ഥാപനമായിരുന്നോ ഞാൻ കണ്ടിട്ട്. ഇപ്പോൾ അത് പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി പണിത ഒരു ബിൽഡിംഗ് പോലെ ആയിപ്പോയി. കംപ്ലീറ്റ് പോസ്റ്ററുകളാണ്. ബോർഡൊക്കെ ഇട്ട് എൻ്റെ ജനലും അതിലൊക്കെ കണ്ടാൽ തന്നെ അറിയാം മരത്തിൻ്റെയാണ്. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ആലപ്പുഴയാണ് നമ്മൾ. ആലപ്പുഴ കഴിഞ്ഞ് കൃത്യമായ സ്ഥലം എത്ര ഏതാണെന്നറിയില്ല. കൃത്യമായ സ്ഥലം ഏതാണെന്നറിയില്ല കേട്ടോ. ഓക്കെ. ആലപ്പുഴ എത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ല. ഞാൻ അങ്ങോട്ട് പോകണം. അത് തിരക്കും. റോഡ് വളരെ മോശമാണ്. കുറച്ച് ഭാഗം കുഴപ്പമില്ല, കുറച്ച് ഭാഗം വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രോബ്ലം. വളരെ സ്ലോയിലാണ് പോണത്. ഇനിയിപ്പോൾ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും ഒന്നുകൂടി ഈ വഴി പോയാൽ ഇവിടെയൊക്കെ മൊത്തം മാറ്റം വന്നിട്ടുണ്ടാവും അല്ലേ. ഇവിടെയൊക്കെ സെൻറ്റ് ജോസഫ് സോഷ്യൽ സെൻ്റർ. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. മീഡിയൻ കൂടെ നടക്കാം. മീഡിയൻ അല്ല, അത് സൈഡിൽ വരുന്ന ഇവിടെയൊക്കെ ലോറികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇത്രയും ഭാഗത്ത് റോഡ് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഈ റോഡ് 66-ന്റെ ഭാഗമായിരിക്കാം. കണ്ടിട്ട് ആണ് ശരിയാണ്. ഈ റോഡ് 66-ന്റെ ഭാഗമായിട്ട് പണിത റോഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ വെക്കാനുള്ള സാധനങ്ങളാണ് അപ്പുറത്തിപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് പണി കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ തുറവൂര് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. 66 ഇവിടെ വരെ ഒരു ഭാഗം ക്ലിയർ ആയിരുന്നു. അപ്പുറത്തെ ഭാഗം എന്താണെന്ന് അറിയില്ല. അപ്പുറത്തെ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടോ? ഇതൊരു ഭാഗം ഒക്കെ ആയിരുന്നു. ഇതൊരു സൈഡ് തുറവൂർ സ്ഥലമാണ്. തുറവൂർ ആ ഒരു സൈഡ് ഇനിയും പൂർത്തിയാവാനുണ്ട്. ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ട് ഇതിലെ വണ്ടി വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അപ്പുറത്തും ക്ലിയറാണ്. ഇത് പൂർത്തിയായാലും നമുക്ക് പ്രയോജനമില്ല. നമ്മൾ താഴെ കൂടി തന്നെ പോകേണ്ടി വരും. സൈക്കിളും ബൈക്ക് ഓട്ടോ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ താഴെ കൂടി തന്നെ പോകേണ്ടി വരും. ആണെങ്കിൽ നല്ലതാണ്. സ്പീഡിൽ പോകുന്നവർ ആ വഴി അങ്ങ് പോട്ടല്ലേ. നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ താഴെ പോയി. പക്ഷെ എന്നാലും ഈ ലോക്കൽ വണ്ടികളുണ്ടാവും. അതാണ് പ്രശ്നം. ലോക്കൽ വാഹനങ്ങൾ ഇവിടെ ഒരു പഴയ തറവാണ്. ഇതിൻ്റെ ഇന്ന് എടുത്തേക്കാം കേട്ടോ. ജസ്റ്റ് മറ്റേ ക്യാമറ എടുക്കാം. ഓക്കെ. ഇവിടെ ഒരു പഴയ ഒരു തറവാട് കണ്ടപ്പോൾ എടുത്താണ് കേട്ടോ. പഴയെന്ന് പറഞ്ഞാൽ നല്ല പഴക്കമുള്ളൊരു തറവാടാണ്. അതിൻ്റെ ആ സ്റ്റെപ്പൊക്കെ കണ്ടോ. എന്താ പണികളും. ഇത് ശരിക്കും ആ വീടിൻ്റെ പുറകുവശമുണ്ട്. അത് ഫ്രണ്ട് അപ്പുറത്താണ്. കാരണം ഇവിടെ സ്റ്റെപ്പാണ്. ഈ ഭാഗത്തേക്ക് കൂടി ഇറങ്ങാൻ പറ്റില്ല. ആ ഫ്രണ്ട് ആ ഭാഗത്ത് അവിടെയാണ്. പുറകുവശമൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കാം കേട്ടോ.
അവിടെ ഒരു ആട്ടുകല്ലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ. ആട്ടുകല്ല് താഴേക്ക് കമത്തിയിട്ടിരിക്കുകയാണ്. നല്ല പുറവശമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയായിട്ട് പോകുന്നത്. നല്ല എന്താ പറയുക, ഒരു ആ മിറ്റമൊക്കെ നല്ല വൃത്തിയും എന്താ പറയുക, മണൽ തെളിഞ്ഞിരിക്കുക. ആരോ രാവിലെ തന്നെ തൂത്തുവാരിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല പണിയുണ്ട്. ആ ഓട് മേച്ചിലൊക്കെ ഉണ്ട്, പ്രത്യേക ശൈലി അല്ലേ. വളരെ അപൂർവം ഉണ്ടോ അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഒരു പൂർവികരുടെ കാലത്തുണ്ടായിരുന്ന, നമ്മളിങ്ങനെയൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത്. അല്ലാതെ ഇപ്പോൾ കാണുന്ന ലൈഫല്ല. ഇതിന് മുമ്പ് നമുക്കൊരു ലൈഫ് ഉണ്ടായിരുന്നു. ആ ലൈഫിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇങ്ങനെയൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ്, വീടുകളിലാണ് താമസിച്ചിരുന്നത്. അതൊക്കെ ഒരു സുഖമായിരുന്നു കേട്ടോ. എല്ലാവരും പൊളിച്ച് കളഞ്ഞിട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ പൊളിച്ച് കളയുമെന്നറിയില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മളായാലും ഷൂട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, വളരെ തലമുറയിൽപ്പെട്ട ഒരാൾ പോകുന്നുണ്ട് കണ്ട. അപ്പോൾ ഇവരൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഓക്കെ, നല്ല രസമുള്ളൊരു വീടായിട്ട് തോന്നി. പക്ഷേ പഴയ കാലത്താണ് തറവാട്, ഒറ്റ നില തറവാട്. ഓക്കെ, അപ്പോൾ തുറവൂർ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ ഭാഗത്താണ് ഈ വീട് കണ്ടത് കേട്ടോ. ഓക്കെ.